ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈവനിങ് ആയിരിക്കും, പക്ഷെ നമുക്കിത് മോർണിംഗ് ആട്ടോ. പിന്നെ നമ്മുടെ ഇന്ന് കുഞ്ഞു സൺഡേ വ്ളോഗാണ്. അപ്പോൾ സൺഡേയിലാണ് നമുക്ക് മെയിനായിട്ടും വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് പറ്റുന്നത്. അല്ലാത്ത ദിവസങ്ങളൊക്കെ രാവിലെ ജോലിയൊക്കെ കഴിയും, പിന്നീട് ഞാൻ ആ സമയത്ത് എഴുന്നേക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് രാത്രിയിൽ ഉറക്കമേ ഇല്ല. ചില ദിവസങ്ങളാണെങ്കിൽ ഒട്ടും ഉറങ്ങാറില്ല. അപ്പോഴത്തേക്ക് നേരം വെളുക്കുമ്പോഴൊക്കെ ആയിരിക്കും ഒന്ന് ഉറങ്ങി കിട്ടുന്നത്. അപ്പോഴത്തേക്ക് രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേൽക്കുന്നത്. ഭയങ്കര ക്ഷീണമാണ്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കുറേ നേരം നിന്ന് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. നല്ല ബാക്ക് പെയിൻ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ലോങ് വീഡിയോ ഇടാത്തത്. പെട്ടെന്ന് വീഡിയോ തീർന്നു പോകുന്നല്ലോ എന്ന് എല്ലാവരും പറയാറുണ്ട്. ഷോർട്സ് മാത്രമേ ഇടാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എന്താ, രാവിലെ എഴുന്നേറ്റ് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. പല്ലൊക്കെ തെച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കുഞ്ഞിന് രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ് മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുഞ്ഞിനും ശാലും കൂടെ മാർക്കറ്റിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പിറകെ വന്ന് നോക്കിയപ്പോൾ അടുക്കളയിൽ നമ്മുടെ രാവിലത്തെ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് ഇവിടെ അമ്മ. അത് കഴിഞ്ഞ് ഇതാ ഫോണിൽ നോക്കി ഇരിപ്പുണ്ട് കേട്ടോ ഒരു സൈഡിൽ. പിന്നെ കുഞ്ഞിനും ശാലും കൂടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയപ്പോൾ അവർ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് അവർ രണ്ടുപേരും കൂടെ പോയപ്പോൾ എടുത്തതാണ്. ശാലുവിനും കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയോ വേണമായിരുന്നു. നാളെ ഒരിടം വരെ പോവുകയാണ് കേട്ടോ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ആൾ വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനന്നേരം പോകുന്ന സമയത്ത് അവൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മേടിക്കാൻ പറഞ്ഞായിരുന്നു. നമുക്ക് ബ്രഷോ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാനിവിടെ മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി ഒന്നും കൂടി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് പിന്നീട് കുടിക്കാനുള്ള വെള്ളം എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ പ്ലാസ്റ്റിക് ജഗ്ഗിനകത്തായിരുന്നല്ലോ നമ്മൾ വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറിച്ചില്ലായിരുന്നു. ഈ ജഗ്ഗ് മാറ്റി ഇതിനകത്ത് വെള്ളം കുടിക്കരുത് എടുത്ത് വെച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റീലിൻ്റെ ഒരു ജഗ്ഗ് മേടിക്കാമെന്നും പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ എവിടെയും നമ്മളങ്ങനെ കടകളിലൊന്നും പോകുന്നില്ലല്ലോ. പിന്നെ റിലയൻസിൽ പോയപ്പോൾ ഞാനിങ്ങനെ ഒരു വട്ടം കണ്ടിരുന്നു. പക്ഷെ നല്ല റേറ്റ് ഉള്ളതായിട്ടാണ് എൻ്റെ മനസ്സിനകത്ത്. അപ്പോൾ ഞാൻ പിന്നെ അന്ന് മേടിച്ചില്ല. പിന്നീട് ഞാൻ വിചാരിച്ചു പോകുന്ന സമയത്ത് മേടിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് അമ്മ പിന്നെ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. വലിയ റേറ്റ് ഇല്ല, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ആ ഒരു ജഗ്ഗിന്. അങ്ങനെ മേടിച്ചതാണ്. പക്ഷെ നല്ല ജഗ്ഗായിരുന്നു കേട്ടോ. ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. അമ്മ ഒരു വട്ടം എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മിയുടെ കൊടുത്തിട്ടിട്ട് നിനക്കൊരു ഗിഫ്റ്റ് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്, പോയി എടുത്ത് നോക്കണേ എന്നൊക്കെ. അന്നേരമാണ് ഈ ജഗ്ഗ് ഇരിക്കുന്നത് കണ്ടത്. അങ്ങനെ പിന്നെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അവർ പോയിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ അത്രയും നേരം പിടിച്ച് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ അതിൽ നിന്ന് രണ്ടിടത്ത് കഴിച്ചട്ടോ. അങ്ങനെ അത് കഴിച്ചിട്ട് ഇരുന്നപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ തീർന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ തന്നെ അങ്ങ് പോയത് കേട്ടോ. പിന്നെ ഈ ഒരു സാധനം കണ്ടോ, ജിം ജാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ 2 ബിസ്ക്കറ്റ് ഇങ്ങനെ ചേർത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ക്രീമും നടുക്ക് ഇങ്ങനെ ജാമും കൂടെ ചേർന്നിട്ട് വരുന്നതാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് പണ്ട് ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ശാലുമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ശാലുവിന് സംഘിക്കും മേടിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു. എന്നിട്ട് ശാലു പറയും നിൻ്റെ ഫേവറേറ്റ് ആയിരുന്നല്ലോ എന്ന്. പക്ഷെ ഇത് ഞാൻ കഴിച്ചിട്ട് ഇപ്പോൾ വർഷങ്ങളായി കേട്ടോ. പിന്നെ കഴിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം കുഞ്ഞിനോട് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നു, ജിം ജാമൊക്കെ കഴിച്ചിട്ട് എത്ര നാളായെന്ന്. അങ്ങനെ ഞാനത് പറഞ്ഞപ്പോൾ കുഞ്ഞിനത് ഇന്ന് കണ്ടപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരെണ്ണേ ഞാൻ കഴിക്കുന്നുള്ളൂ. മധുരമാണല്ലോ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ കൊതി ഉണ്ടെങ്കിലും അത് എനിക്ക് ഒരുപാട് അങ്ങ് കഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അത് ഞാൻ ടേസ്റ്റ് നോക്കും, അത്രയേ ഉള്ളൂ. ഒരെണ്ണമൊക്കെ കഴിച്ച ടേസ്റ്റ് നോക്കി അവിടെ അങ്ങ് നിർത്തും കേട്ടോ. നമുക്കിങ്ങനെ മനസ്സിനകത്തൊരു കൺട്രോൾ വേണമല്ലോ, ഷുഗർ കൂടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പം മധുരമുള്ള ഐറ്റംസൊക്കെ കുറയ്ക്കും. പിന്നെ കൊതി തോന്നുമ്പോൾ ഇത്തിരി ഒന്ന് കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങ് നിർത്തും. മനസ്സിനകത്ത് പറഞ്ഞങ്ങ് മനസ്സിലാക്കി അങ്ങ് വെപ്പിക്കും. അത് നമ്മളിത് കഴിക്കാൻ പാടില്ല, കഴിച്ചാൽ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ ജിം ജാമിനുണ്ടല്ലോ, പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് എനിക്കിപ്പോൾ ഫീൽ ചെയ്തില്ല. എനിക്ക് മാത്രമാണോ തോന്നിയെന്ന് വിചാരിച്ച് ഞാൻ കുഞ്ഞിനോടും ശാലുവിനോടും ഒക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, പഴയ ടേസ്റ്റ് അല്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പണ്ട് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അമ്മ അതൊക്കെ കഴുകാനൊക്കെ ഉടനെ ഇങ്ങ് എടുത്തു. ഞങ്ങൾ ഫുഡ് കഴിച്ചില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അമ്മ പറഞ്ഞു നിങ്ങൾ കഴിക്കുക, ഞാൻ അത് കഴിഞ്ഞ് കഴിക്കാം, ഇനി ബീഫിനകത്ത് ഇനി കൈയിട്ട് പോയല്ലോ, അതുകൊണ്ട് കഴുകിയതിന് ശേഷം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ബെഡിലിരുന്നങ്ങ് കഴിച്ചു കേട്ടോ. പിന്നെ എന്താ ബെഡിൽ ഇരിക്കുന്നതെന്ന് കുറേ പേര് ചോദിച്ചു. ടേബിളിൽ ശരിക്കും പറഞ്ഞ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് അവിടെ അങ്ങ് വെച്ചേക്കും. പിന്നെ ഇവിടെ ആണെങ്കിൽ കുറച്ച് നേരം ചാരി കാലൊക്കെ നീട്ടിയിരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നങ്ങ് കഴിക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നുള്ളിപ്പറക്കുന്നത് അടുക്കി പറക്കി വെക്കുകയൊന്നും അല്ല ഇവിടെ ഒരാൾ.
അവൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് അടിച്ചു മാറ്റിയാണ് എൻ്റെ സാധനങ്ങൾ കേട്ടോ. അതായത് നാളെ അവളെ ഞങ്ങൾ ജയിലിലോട്ട് പറഞ്ഞു വിടുകയാണ്. ഇത് ഞങ്ങൾ തമാശയ്ക്ക് പറയുന്ന കേട്ടോ, ജയിലിൽ പോവുകയെന്ന്. അപ്പോൾ ഇവള് നാളെ ട്രെയിനിങ്ങിന് പോവുകയാണ്. ഷാലു എന്തിനാ പഠിക്കുന്നതെന്ന് കുറേ പേര് ചോദിച്ചു. ഡയാലിസാണ്. അപ്പോൾ അവൾക്ക് നാളെ ഹോസ്പിറ്റലിൽ 1 മാസത്തേക്ക് ട്രെയിനിങ് ആട്ടോ. അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവൾ ഓരോന്ന് നുള്ളിപ്പറക്കുകയാണ് ഇവിടെ വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട് പോകുന്നതിൽ. ഞങ്ങളിങ്ങനെ ജയിലെന്ന് പറയുന്നതിന് കാരണമുണ്ട് കേട്ടോ. എന്തെന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ 1 മാസത്തേക്ക് നമുക്ക് വീട്ടിലൊന്നും വരാനൊന്നും പറ്റത്തില്ല. അതേപോലെ വീട്ടിൽ നിന്ന് ആർക്കും അങ്ങോട്ട് പോയി കാണാനും പറ്റത്തില്ല. ഹോസ്പിറ്റലും അടുത്തടുത്ത് തന്നെയാണ്. അപ്പം ഇവർക്ക് നേരെ ഹോസ്റ്റലിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് ഹോസ്റ്റലിൽ. ഇത് തന്നെ ശരണം, ഗേറ്റ് പോലും കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു ഷാലു കേട്ടോ. ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞായറാഴ്ച ഒരു ദിവസം എങ്ങാണ്ട് വീട്ടിലൊന്ന് വിളിക്കാൻ പറ്റും, അല്ലാതെ ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ആകെ ഷോക്ക് അടിച്ചിരിക്കുകയാണ് ഷാലു പേടിച്ചിട്ട്. ഇതുവരെ അവളെ എവിടെയും മാറി നിന്നിട്ടില്ല. ഞങ്ങൾ ആരെങ്കിലും ഇല്ലാതെ ഒരിടത്തും പോയി അങ്ങനെ നിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലാസ്റ്റ് സമയമായപ്പോഴത്തേക്ക് ഷാലുവിന് ഭയങ്കര ടെൻഷനായിട്ടോ. ഇങ്ങനെ പറയുമായിരുന്നു, എനിക്ക് പോകണമെന്നേ ഇല്ല, എനിക്ക് വിഷമം വരുന്നു, കരച്ചിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു സാരമില്ല, 1 മാസത്തെ കാര്യമല്ലേ, ഇനി എന്തായാലും പോയിട്ട് വാ, പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിരുത്തിയേക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ അമ്മ ഷേക്ക് ഉണ്ടാക്കി കൊണ്ട് തന്നു കേട്ടോ. ഷേക്കല്ലല്ലോ, അത് തന്നെ ഉണ്ടാക്കി തന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്കാണ് എനിക്കൊരാഗ്രഹം ഇങ്ങനെ മുള പൊട്ടി വന്നത്. ബീഫുണ്ടല്ലോ, അപ്പോൾ കപ്പയും കൂട്ടി കഴിക്കാൻ അങ്ങ് കൊതിയായിട്ടോ. അപ്പോൾ കുഞ്ഞൻ പറഞ്ഞു എന്നാൽ ഞങ്ങൾ പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞനും ശാലും കൂടെ പോയേട്ടോ. അങ്ങനെ പോയിട്ട് പെട്ടെന്ന് തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ കപ്പയെന്ന് പറയുന്നത് ഇത് മരച്ചീനിക്കാട്ടോ. അതിങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നെയാണ്. അങ്ങനെ കൊണ്ടുവന്ന് എന്നെ കൊണ്ടുവന്ന് കാണിച്ചാണ്, നീ പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അമ്മ ബീഫ് കറിക്ക് ബീഫൊക്കെ കുക്കറിനകത്ത് വേവിച്ചൊക്കെ വെച്ചേക്കുന്നത്, പിന്നെ വേണ്ടുന്ന സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദാമ ഒരു പാത്രത്തിനകത്തൊരു സാധനം കൊണ്ടുവരുന്നത്. ഞാനിത് എന്താണെന്നും പറഞ്ഞാൽ ഇങ്ങനെ എഴുന്നേറ്റ് നോക്കിയതാണ് കേട്ടോ. അപ്പം ബീഫ് ഫ്രൈ ഉണ്ടാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കുഞ്ഞനും ഫേവറേറ്റാണ് ബീഫ് ഫ്രൈയും. ബീഫ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനേക്കാളും ഏറ്റവും കൂടുതൽ ബീഫ് തന്നെ ആണ് കേട്ടോ. ചിക്കൻ്റെ ചില നമുക്ക് പീസുകളൊക്കെ കഴിക്കുമ്പോൾ എനിക്കെന്തോ മനമറിക്കും. കുഞ്ഞിനും അത് തന്നെ. ഞാൻ പിന്നെയും ചിക്കൻ കഴിക്കും, കുഞ്ഞൻ അങ്ങനെ ചിക്കൻ അധികം അങ്ങനെ കഴിക്കത്തേ ഇല്ല കേട്ടോ. അങ്ങനെ ബീഫ് ഫ്രൈ പിന്നെ ഞാനും കുഞ്ഞനും ശാലും കൂടെ കഴിച്ചു. ശാലുവിന് എരിവാണെന്നും പറഞ്ഞ് അവൾ പിന്നീട് കഴിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ കുറച്ചും കൂടെ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമതും എടുപ്പിച്ചു കേട്ടോ. പിന്നെ അത് കപ്പയൊക്കെ കട്ട് ചെയ്തു. നല്ല രീതിയിൽ തിളയൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ബീഫ് ഫ്രൈ ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. കറിയെല്ലാം ആയി. ഇനി ചീനിയും കൂടെ ഒന്ന് വെന്താൽ മാത്രം മതി കേട്ടോ. അന്നേരമാണ് ഷാലു ഈ സാധനം എടുത്തുകൊണ്ട് വന്നത്. ഇന്നലെ ചേട്ടനെ കൊടുക്കാമെന്നും പറഞ്ഞ് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിരുന്നതാണ്. ഇന്നലെ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു, ചേച്ചി ഈ സമയത്ത് കുടിക്കരുത്. ഈ സമയത്തൊന്നല്ല, ഒരു സമയത്തും ഞാൻ ഈ സാധനം കുടിക്കാറില്ല. ഈ മെറിൻഡ, പെപ്സി, കോള ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എനിക്ക് അല്ല. ഞാൻ പണ്ട് തൊട്ടേ കുടിക്കാറില്ല. ഇവിടെ കുഞ്ഞനാണെങ്കിൽ മെറിൻ്റെ അല്ലല്ലോ, വേറൊരെണ്ണം ഉണ്ടല്ലോ, ആ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മേടിക്കുമ്പോഴത്തേക്ക് കുടിക്കും. എനിക്ക് തരും. ഞാൻ കുടിക്കത്തില്ല, നിർബന്ധിച്ചൊക്കെ എനിക്ക് തരാറുണ്ടായിരുന്നു. ആ സമയത്ത് 1-2 കവിള് ഞാൻ ചുമ്മാ ടേസ്റ്റിന് വേണ്ടിയിട്ടൊന്നും കുടിക്കുന്നതല്ലാതെ എനിക്കങ്ങനെ കുടിക്കുന്ന ഇഷ്ടമല്ല. എനിക്കത് അങ്ങനെ വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ് കേട്ടോ. ഇങ്ങനെയുള്ള കുപ്പിയിലുള്ള വെള്ളങ്ങളൊക്കെ ഞാൻ കുടിക്കാറേ ഇല്ല. അതുകൊണ്ട് ഇത് ഞാൻ കുടിക്കത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ അതിലുണ്ടായിരുന്നത് ശാലും കുഞ്ഞനും കൂടെയാണ് കുടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ശാലു ഇവിടെ വന്ന് കിടന്നു. ശാലിനെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ. നീ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്, ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാനെന്നും പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എനിക്ക് കപ്പ ആയപ്പോഴേ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വിശക്കുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കപ്പയും ചോറും ബീഫ് കറിയും ബീഫ് ഫ്രൈയും അത്രേ ഉണ്ടായിരുന്നുള്ളൂ വെച്ചാൽ ഇതൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ. നമുക്ക് ബീഫ് കറിയോ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണലായിട്ട് തോരനോ മെഴുക്കുരട്ടിയോ അങ്ങനെയൊന്നും വേണമെന്നില്ല കേട്ടോ. ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ധാരാളമാണല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ 3 പേരും കൂടെ അല്ല 4 പേരും കൂടെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഒരുക്കത്തിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞൻ വന്ന് എന്നെ ബാക്കിൽ നിന്ന് പേടിപ്പിച്ചിട്ടോ.
ഞാൻ ശാലുവിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കൊച്ചിനെ നീയാണ് നോക്കേണ്ടുന്നത്, കൊച്ചിൻ്റെ അപ്പി നീ വാരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ശാലുവിന് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അനിയത്തിമാരെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ പോലെ തന്നെയാണ് കേട്ടോ. സംഗിയെ പിന്നെയും ഞാൻ നോക്കുന്നതിൽ കുറച്ച് എന്താ പറയുക, അത്ര അങ്ങ് നോക്കിയിട്ടില്ല. പക്ഷെ ശാലുവിനെ എൻ്റെ ഒരു അറിയാറായ സമയത്തുള്ളതാണ് ശാലുമോള്. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് അന്ന് തൊട്ടേ അവളെ എടുക്കുകയും അവളുടെ കാര്യങ്ങൾ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നതും എടുക്കുന്നതും ഒക്കെ ഇഷ്ടമാണ്. കുഞ്ഞുനാൾ മുതലേ അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ശാലുവൊക്കെ എൻ്റെ മനസ്സിനകത്താണെങ്കിൽ എൻ്റെ അനിയത്തിയുടെ ഒരു സ്ഥാനേ അല്ല. അവളെനിക്ക് എൻ്റെ മോളെ പോലെയാണ്, രണ്ടുപേരും അതേപോലെയാണ്. പക്ഷെ കുറച്ചും കൂടെ ഞാൻ ഒന്നും കൂടെ ഒരുപാട് നോക്കിയിട്ടുള്ളത് ശാലുമോളെ ആട്ടോ. അവളുടെ ഫുള്ള് കാര്യങ്ങൾ ഞാൻ തന്നെ ആയിരുന്നു നോക്കുന്നത്. അമ്മ പറയായിരുന്നു എൻ്റെ അടുത്ത് പാൽ കുടിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ വരുന്നത്, അല്ലാത്ത സമയത്ത് ഫുള്ള് നിൻ്റെ അടുത്തായിരിക്കും എന്നൊക്കെ. അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ആയിരുന്നു ചെയ്യുന്നത് കൊണ്ട് ഒരു കുഞ്ഞായിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അതുകൊണ്ട് എനിക്ക് ആ ഒരു കുഞ്ഞായി കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു പേടിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. കാരണം അവളെ ആ രീതിയിലായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. എവിടെ പോയാലും അവളെയും കൊണ്ടുപോകും, എന്ത് കാര്യത്തിനായാലും എൻ്റെ വാലയിൽ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു പാവം. ഞാനിങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ രാത്രിയിൽ നമുക്ക് നന്നായിട്ട് ഉറക്കം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണരുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് പകലെങ്കിൽ ഇത്തിരി നേരമെങ്കിലും കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ക്ഷീണം കൊണ്ട് ഒട്ടും പറ്റാതാവുമല്ലോ. അതുകൊണ്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും കേട്ടോ. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റു. അപ്പോഴത്തേക്ക് അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പഴംപൊരിയും ബീഫും ആക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പം ബീഫ് കറി ഉണ്ടല്ലോ, അപ്പം ഏത്തയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് അമ്മ പറഞ്ഞു പഴംപൊരി ഉണ്ടാക്കാമെന്ന്, അതായത് നമ്മുടെ ഏത്തക്കപ്പം ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പോഴത്തേക്ക് ചായ എടുത്തപ്പോഴത്തേക്ക് കുഞ്ഞൻ പറഞ്ഞു കാറൊന്ന് കഴുകിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് കുഞ്ഞനും ശാലും കൂടെ അങ്ങോട്ട് പോയി. ഇല്ലെങ്കിൽ പിന്നെ കുനിയാൻ പറ്റത്തില്ല കഴിച്ചു കഴിഞ്ഞാലെന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ പിന്നെ ആയിരുന്നു 4 പേരും കൂടെ ഇരുന്ന് ബീഫും നമ്മുടെ ഏത്തക്കപ്പും കൂട്ടി ഒരു പിടി പിടിക്കായിരുന്നു. ഇത് ഫസ്റ്റ് ടൈം ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നീട് കഴിച്ചങ്ങ് റെഡിയായി. അങ്ങനെ നല്ല രസമാണ്. ഒരു മധുരവും ഒരു എരിവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴേ എനിക്ക് എന്തോ ഇങ്ങനെ ഓർത്തിങ്ങനെ ഇരുന്ന് ഞാൻ ചിരിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ചില ഫുഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുമ്പോഴേ ഞാൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കും. ഭ്രാന്തൊന്നും അല്ല കേട്ടോ, എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ അറിയിക്കുന്നൊരു രീതിയാണ്. കുഞ്ഞിനത് കാണുമ്പോഴേ പറയാം ഇഷ്ടപ്പെട്ടത് തോന്നുന്നല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് ഇത് കഴിച്ചത്. അമ്മ ഏത്തയ്ക്കപ്പം മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അമ്മ പറഞ്ഞു എനിക്ക് ബീഫ് കറിയായിട്ട് കഴിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ വെച്ച് ഓരോട്ട് ഉണ്ടാക്കിയപ്പോൾ സംഗീ ശാലയും കൂടെ കഴിച്ച് അന്നേരം എല്ലാവർക്കും കൊടുത്തപ്പോൾ അമ്മയ്ക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മ കഴിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് സംഗി എന്ത് ചെയ്തെന്ന് ചോദിച്ചുകൊണ്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സംഗി ഇവിടെ ഇല്ല കേട്ടോ, അവൾ ബാംഗ്ലൂരാണ്. അവൾ നേഴ്സിംഗ് ആണല്ലോ അവളുടെ ജോബ്. അപ്പം ബാംഗ്ലൂരാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്, അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും കാണാത്തത്. പിന്നെ നമ്മൾ ഫുഡല്ല, നമ്മളിത് ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഞങ്ങളിരുന്നു സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ.